അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പച്ചരിപ്പൊടി ഒട്ടും തരിയൊന്നുമില്ലാത്ത ഫൈൻ പൗഡർ ആയിരിക്കണം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്ത് ആയിരിക്കണം. ഒന്നുകിൽ നമ്മൾ വീട്ടിൽ അരി കുതിർത്ത് പൊടിപ്പിച്ച് വറുത്തെടുത്ത അരിപ്പൊടി ആയിരിക്കണം. അതിൽ ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന ഇടിയപ്പം പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതെടുത്താലും മതി. ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മാവും ഉപ്പുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കറക്റ്റ് പാകത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മാവും ഉപ്പും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ 250 ml കപ്പിന് 1 കപ്പ് അളവിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ അളവുകളും കൂട്ടിയെടുത്താൽ മതി. ഇപ്പൊ നമ്മൾ 1 കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പം 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തു. അതേ കപ്പിന്റെ അളവിൽ തന്നെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോ എടുത്തിട്ടുള്ള അരിപ്പൊടി എന്ന് പറയുന്നത് എലൈറ്റിന്റെ അരിപ്പൊടിയാണ്. അപ്പം എലൈറ്റിന്റെ അരിപ്പൊടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് ആണ്. അപ്പൊ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. ഈ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിനും ആ വെളിച്ചെണ്ണയുടെ ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാണ് നമ്മളെ മാവ് കിട്ടുന്നത്. ഇനി നമ്മളിതാ ഇതുപോലത്തെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ 1 കപ്പ് അളവില് ചെയ്ത് കാണിക്കുന്നുണ്ട്. ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചധികം മാവ് ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പമുള്ള കുക്കർ നോക്കി എടുക്കുക. മിക്സ് ചെയ്ത് വെച്ചില്ലേ മാവ്, ഒന്നുകൂടി ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല. ഇപ്പൊ കുക്കറിലേക്ക് ഫുൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മാവൊന്ന് നമുക്ക് കുറുക്കി വറ്റിച്ചെടുക്കണം. കൈ വിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്ക് വെള്ളം തിളപ്പിച്ച് മാവ് കിണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി പോയെന്നോ കുറഞ്ഞു പോയെന്നോ വന്നിട്ട് പ്രശ്നങ്ങളൊന്നും വരില്ല. കൈവിടാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടിയിടരുത്. പെട്ടെന്ന് തന്നെ കുറുകി മാവ് കറക്റ്റ് പാകത്തിന് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റായി. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കും. അതൊന്നും കുഴപ്പമില്ല. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എല്ലാം ഒന്ന് വറ്റി നമുക്ക് ഉരുണ്ട് വരണം. മാവ് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഉരുണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പൊ മാവെല്ലാം കണ്ടില്ലേ, നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറെ സമയം ഇട്ട് കിണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഗ്യാസ് അടുപ്പ് നല്ല ചൂടാണ്. അപ്പൊ അതുകൊണ്ട് കുക്കർ നമുക്ക് പുറത്തെടുത്ത് നമുക്ക് അടച്ചിട്ട് വേണം മൂടി വെക്കാൻ വേണ്ടിട്ട്. മാവ് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചു കൊടുക്കാം. കുക്കർ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി പുറത്തെടുത്ത് വെക്കാം. ഈ ചൂടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ മാവ് നല്ലോണം വെന്ത് സോഫ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുന്നത്. കുക്കറിൽ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിരകിയെടുത്ത 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയുടെ നനവൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിവാക്കാം. നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ തേങ്ങയുടെ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നിലക്കടല പൊടിച്ചെടുത്തതാണ്. ഒരു 1/4 കപ്പ് നിലക്കടല മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് പൊടിച്ചെടുത്തതാണ്. ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിച്ചെടുക്കരുത്, ഇതുപോലെ ചെറിയ ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുക്കാം. നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബദാമോ അതുപോലെ തന്നെ കശുവണ്ടിയോ ചെറുതായിട്ട് കട്ട് ചെയ്ത് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നിലക്കടല മാത്രം ജസ്റ്റ് പൊടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പൊട്ടുകടല, മിക്സറിലൊക്കെ ഇടുന്ന പൊട്ടുകടല ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിലക്കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 1/4 കപ്പ് നിലക്കടലയല്ലേ എടുത്തിട്ടുള്ളത്, നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അത് 1/2 കപ്പായിട്ട് മാറും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ശർക്കരയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത ഓർഗാനിക് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓർഗാനിക് ശർക്കര ആവുമ്പോൾ കല്ലും മണ്ണും അഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇടുകല്ല് വെച്ച് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. ഒരു നൂൽ പാവാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ കല്ല് മണ്ണും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്തിട്ടെടുക്കുക. ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചൂട് കൊണ്ട് തന്നെ ശർക്കര അങ്ങ് ഉരുക്കിട്ടിക്കോളും. അപ്പോൾ കണ്ടില്ലേ, ശർക്കര ചൂടാവും തോറും ഉരുകി ഉരുകി വരുന്നുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് ഉരുകി കിട്ടണം. അപ്പൊ ശർക്കര എല്ലാം നല്ലതുപോലെ ചൂടായി ഇതാ ഒന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഒരു കുഴഞ്ഞ പരുവത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. ഇനി ഒരുപാടിട്ട് ഇളക്കരുത്, എന്നാൽ പിന്നെ ഇത് കട്ടിയായി പോകും, കല്ലായി പോകും. അപ്പൊ ഈ ഒരു സമയം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കൂട്ടിച്ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഈ പാനിൽ വെച്ചിരുന്നാൽ വീണ്ടും ഇതിന്റെ ചൂട് കൊണ്ട് ഇത് ഡ്രൈ ആയി പോവും. അതുകൊണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ കുക്കറിൽ മാവ് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറിയൊരു ചൂടേ ഉള്ളൂ, ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഈ കുക്കറിൽ നിന്ന് നമുക്ക് മാവങ്ങ് പുറത്തേക്ക് എടുക്കാം. മാവ് കണ്ടില്ലേ, ഒട്ടും അടിക്കൊന്നും പിടിക്കാതെ കറക്റ്റ് പാകത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ മാവ് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. മാവ് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുത്തതുകൊണ്ട് നല്ലോണം വെന്ത് കറക്റ്റ് പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം, ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. മാവെല്ലാം ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 7 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫില്ലിങ്ങിന്റെ ചൂടും ഇതാ മാറിയിട്ടുണ്ട്. ഞാൻ എന്താ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. ഇനി എണ്ണ തടവിയ വാഴയിലേക്ക് ഒരു ഉരുള മാവ് വെച്ച് കൊടുക്കാം. വാഴയില എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിന്റെ പുറത്തും വാട്ടിയ വാഴയില വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയുടെ കവറോ അല്ലെങ്കിൽ മാവിന്റെ കവറോ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ, ഒരു ഇതുപോലത്തെ ഒരു ഷീറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ പൊട്ടറ്റോ മാഷർ ഉണ്ടല്ലോ, അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ വശവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒരേ കനത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ വശവും ഒരേ കനത്തിൽ കിട്ടും. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. മാവ് നല്ല സോഫ്റ്റ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം എല്ലാ വശവും ഒരേ കനത്തിൽ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും വിള്ളലൊന്നും വരാതെ കറക്റ്റ് പാകത്തിന് മാവ് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് കൈകൊണ്ട് പരത്തി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് മോൾഡിന്റെ ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഈ മാഷർ വെച്ചിട്ട് മാവ് പരത്തിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇതിന്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഫില്ലിങ് എപ്പോഴും ഡ്രൈ ആവരുത്, ഇതുപോലെ കുഴഞ്ഞ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും. ഒന്ന് ഇതുപോലെ നടുഭാഗത്ത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം.
അപ്പോൾ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഈ വാഴയിലൊന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. രണ്ടും ഇതുപോലെ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നല്ല ഒട്ടിയിരിപ്പുണ്ട്. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ ഒട്ടിയിരിപ്പുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതെല്ലാം ഒന്ന് ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പ് ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന കടായിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു തട്ടോ അല്ലെങ്കിൽ ചോറ് ഒഴിക്കുന്ന പ്ലേറ്റോ അല്ലെങ്കിൽ ചെറിയ ഹോറുള്ള ഇതുപോലത്തെ തട്ടോ സ്റ്റീമറിന്റെ തട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുത്താലും മതി. ഇപ്പൊ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് അതാ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇഡ്ഡലി തട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റീമറിന്റെ ചെറിയ ഹോറുള്ള തട്ടുണ്ടല്ലോ, അപ്പൊ അത് വെച്ച് കൊടുത്താലും മതി. ഇതിന്റെ മുകളിലായിട്ട് ഞാനൊരു വാഴയില വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഇളകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വാഴയില വെച്ച് കൊടുക്കുന്നത്. വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തട്ടില് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ കയറി വരുന്ന സമയത്ത് ചിലപ്പോൾ മാവ് ഒട്ടിപ്പിടിക്കും. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം 7 എണ്ണവും ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം അതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് ഇത് പുറത്തെടുക്കാം. നമ്മൾ ചൂടോടുകൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ലോണം എന്താ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. കയ്യിൽ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് പുറത്തെടുക്കാം. കണ്ടില്ല, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മാഷർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ മാഷർ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്